കേരള രാഷ്ട്രീയത്തിലെ അതികായകൻ, ആഢ്യ നായർ, പ്രമാണി, സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന കൊട്ടാരക്കരയിലെ കിരീടം വയ്ക്കാത്ത നാട്ടുരാജാവ്, കലാകാരൻ, സത്വബോധമുള്ള സമുദായ സ്നേഹി, അടുത്ത ഈശ്വര ഹിന്ദുമത വിശ്വാസി, മനുഷ്യസ്നേഹി തുടങ്ങി അനേകം വിശേഷണങ്ങളാൽ അറിയപ്പെട്ടിരുന്ന ഒരു ജനകീയ നേതാവായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയുടെ വേർപാട് കേരള രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത ഒരു വിടവ് തന്നെയാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച ആർ ബാലകൃഷ്ണപിള്ള ഇടതുപക്ഷ സഹയാത്രികനായി തന്നെയാണ് ഈ ലോകത്തു നിന്നും കടന്നുപോയത്. ഇതിനിടയിൽ ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചുവെങ്കിലും എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ അവസാനിക്കുന്നു. വിമോചന സമരത്തെ തുടർന്ന് 1960 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഴയ MLC-യും പത്തനാപുരം കൊട്ടാരക്കര പ്രദേശങ്ങളിലെ കരപ്രമാണിയുമായിരുന്ന കീഴൂട്ട് രാമൻപിള്ളയുടെ മകനെ വലത്തേക്ക് പിടിച്ചുമാറ്റി പത്തനാപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭനായിരുന്നു. ഒപ്പം പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ അധ്യക്ഷ സ്ഥാനവും നൽകി. നക്ഷത്രപ്രകാരം 25 വയസ്സ് തികഞ്ഞിരുന്നില്ലെങ്കിലും സ്കൂൾ രജിസ്റ്റർ പ്രകാരം അത് കഴിഞ്ഞിരുന്നു. ഏതായാലും യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നീണ്ട 61 വർഷക്കാലം മറ്റൊരു പേരും കടന്നു വന്നിട്ടേ ഇല്ലെന്നത് ആശ്ചര്യമുളവാക്കുന്ന ഒരു ചരിത്രമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ നവോത്ഥാന നായകൻ മന്നത്ത് ആചാര്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നും ബാലകൃഷ്ണപിള്ളയ്ക്ക് 100 നാവായിരുന്നു. PT ചാക്കോ, CM സ്റ്റീവൻ, R ശങ്കർ, അങ്ങനെ ഒരുപിടി നേതാക്കളുടെ കൂടാരമായ അന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ PT ചാക്കോയുടെ ഉറ്റ അനുയായിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. R ശങ്കറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വീഴ്ത്താൻ കേരള കോൺഗ്രസ് രൂപീകരിച്ചു. കോൺഗ്രസ് പാർട്ടി വിട്ട 14 പേരിൽ അവസാനത്തെ നേതാവായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ആർ ബാലകൃഷ്ണപിള്ള. അന്നത്തെ പത്മനാഭന്റെ ആശീർവാദത്തോടെ രൂപീകരിച്ച കേരള കോൺഗ്രസിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് അന്ന് ആർ ബാലകൃഷ്ണപിള്ള. പല കേരള കോൺഗ്രസുകൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും സ്ഥാപക ജനറൽ സെക്രട്ടറിയായ ബാലകൃഷ്ണപിള്ളയും കടന്നുപോയതോടെ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ മക്കൾ രാഷ്ട്രീയ ആധിപത്യം പൂർണ്ണമായി. PT ചാക്കോയുടെ, KM ജോർജിന്റെ, KM മാണിയുടെ, TM ജേക്കബിന്റെ, PJ ജോസഫിന്റെ, ആർ ബാലകൃഷ്ണപിള്ളയുടെ മക്കൾ കേരള കോൺഗ്രസുകൾക്ക് നേതൃത്വം നൽകുന്നു. 1965 കൊട്ടാരക്കരയിൽ നിന്നും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയം. നിയമസഭ കൂടിയില്ല. 1967 E ചന്ദ്രശേഖരൻ നായരോടും 70 കൊട്ര ഗോപാലകൃഷ്ണനോടും തോൽവി രുചിച്ചറിഞ്ഞു. സാധാരണഗതിയിൽ ഒരേ മണ്ഡലത്തിൽ അടുപ്പിച്ച് 2 തവണ പരാജയപ്പെട്ടാൽ പിന്നീട് രാഷ്ട്രീയ വനവാസമാണ് വിധി. എന്നാൽ ഭാഗ്യദേവതയുടെ കടാക്ഷമുള്ള ആർ ബാലകൃഷ്ണപിള്ള 1971 മാവേലിക്കരയിൽ നിന്നും വിജയിച്ചുകൊണ്ട് ലോക്സഭയിൽ അംഗമായി. പിന്നെ അടിയന്തരാവസ്ഥ. പാർലമെന്റ് അംഗമായി തുടർന്നുകൊണ്ട് തന്നെ 6 മാസം കേരള മന്ത്രിസഭയിൽ അംഗമായി. അങ്ങനെ ആ അപൂർവ ബഹുമതി ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് മാത്രം സ്വന്തം. കേരളത്തിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് മാത്രമുള്ള ആ റെക്കോർഡ് മറ്റാർക്കും നേടാനായിട്ടില്ല. KM ജോർജിന്റെ ആകസ്മിക നിര്യാണത്തെ തുടർന്നുള്ള പുതിയ സംഭവവികാസങ്ങൾ ഇടതുപക്ഷത്തെത്തിച്ചു. തിരുനക്കര മൈതാനത്ത് KM ജോർജിന്റെ മൃതശരീരത്തിൽ KM മാണി സമർപ്പിച്ച പുഷ്പചക്രം ആർ ബാലകൃഷ്ണപിള്ള വലിച്ചെറിഞ്ഞത് വരെ എത്തിയ ഗ്രൂപ്പ് പോര്. 1977 കൊട്ടാരക്കരയിൽ നിന്നും തേവന്നൂർ ശ്രീധരൻ നായരെ തോൽപ്പിച്ച് വൻ വിജയം നേടി. ഇടത്തും വലത്തുമായി അത് തുടർന്നുകൊണ്ടേയിരുന്നു. 2 പക്ഷത്തു നിന്നുമുള്ള മന്ത്രിസഭകളിൽ അംഗത്വവും. ഇക്കാലമൊക്കെ കൊട്ടാരക്കരയിലോ ഇടമുളയ്ക്കലോ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. പാർട്ടി പലതായി പിളർന്നപ്പോഴും ഒരു ഗ്രൂപ്പ് ഭദ്രമായി പോക്കറ്റിലുണ്ടായിരുന്നു. ഇതിനിടയിൽ എത്രയെത്ര വിവാദങ്ങൾ. മികച്ച വാഗ്മിയായിരുന്നെങ്കിലും നാക്കുപിഴ പലപ്പോഴും അബദ്ധത്തിൽ ചാടിച്ചിട്ടുണ്ട്. പഞ്ചാബ് മോഡൽ സമരത്തിനുള്ള ആഹ്വാനത്തെ തുടർന്ന് ഉയർന്ന വൻ വിവാദം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭയിൽ നിന്നും പുറത്തായത്. അങ്ങനെ അഴിമതി നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്ന മന്ത്രിയും ആർ ബാലകൃഷ്ണപിള്ള തന്നെ. അങ്ങനെ ശിക്ഷിപ്പിക്കാൻ നീണ്ട നിയമയുദ്ധം നടത്തി വിജയിച്ച VS അച്യുതാനന്ദൻ നോക്കി നിൽക്കെ ഇടതുപക്ഷ മുന്നണിയുടെ ക്യാബിനറ്റ് റാങ്കോടെ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ചെയർമാനാക്കിയത് കാലത്തിന്റെ കാവ്യനീതിയായിരുന്നു. ഗതാഗതവും വൈദ്യുതിയുമാണ് ദീർഘകാലം ബാലകൃഷ്ണപിള്ള ഭരിച്ച വകുപ്പുകൾ. സൂക്ഷ്മതയോടെ ഫയലുകൾ പഠിച്ചിരുന്നു. 1975 ആദ്യം ഗതാഗത മന്ത്രി ആയപ്പോഴാണ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടു പോകാമെന്ന തീരുമാനമെടുത്തത്. കേരളം കണ്ട മികച്ച രാഷ്ട്രീയ പ്രസംഗകരിൽ ബാലകൃഷ്ണപിള്ള വളരെയധികം മുമ്പിലാണ്. 1960കളിലും 70കളിലും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയിരുന്നത്. സരസവും ഒപ്പം മൂർച്ചയേറിയതുമായ ആ വാഗ്ധോരണിയുടെ പ്രഹരമേറ്റ് പൊളഞ്ഞവർ എത്രയധികം. വളരെയധികം കലാബോധമുള്ള സിനിമാ നടൻ കൂടിയായിരുന്നു ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയുടെ സിനിമാ പാരമ്പര്യം അധികമാർക്കും അറിയാവുന്ന കാര്യമല്ല. മകന് മുൻപേ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതും അച്ഛൻ തന്നെ. രാഷ്ട്രീയത്തിലെ തിരക്കുകൾ കാരണം
സിനിമാ ജീവിതം ഉപേക്ഷിച്ച നടൻ. പഠനകാലം മുതൽ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. നാടകത്തിലെ കമ്പവും സാംസ്കാരിക രംഗത്ത് ഉള്ളവരുമായുള്ള ചങ്ങാത്തവുമാണ് സിനിമയിൽ എത്തിച്ചത്. മലയാളത്തിന്റെ ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകമായ സുകുമാരൻ നായകനായി അഭിനയിച്ച വെടിക്കെട്ടെന്ന സിനിമയിൽ ഒരു കരപ്രമാണിയുടെ മുഴുനീള വേഷമാണ് ബാലകൃഷ്ണപിള്ള ചെയ്തത്. കലാനിലയം കൃഷ്ണൻ നായർ നിർമ്മിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത നീലസാരിയാണ് ആദ്യ സിനിമ. ഇവളൊരു നാടോടി KR മോഹനൻ സംവിധാനം ചെയ്ത ശ്രദ്ധേയമായ അശ്വതാത്മാവ്, CP പത്മകുമാർ എന്ന പപ്പേട്ടന്റെ അപർണ എന്നീ ചിത്രങ്ങളിൽ 76 മുതൽ 81 വരെയുള്ള കാലങ്ങളിൽ അഭിനയിച്ചു. കുടുംബസ്വത്തായി ലഭിച്ച അശോക തിയേറ്റർ ഏറെക്കാലം നഷ്ടം സഹിച്ചും നടത്തിക്കൊണ്ടുപോയതും സിനിമയോടുള്ള അഭിനിവേശം കൊണ്ട് തന്നെ. നഷ്ടം താങ്ങാനാവുന്നതിലും അപ്പുറമായതോടെയാണ് ആ തിയേറ്റർ വിറ്റത്. മന്നത്ത് പത്മനാഭന്റെ ശിഷ്യനായി തുടങ്ങിയ പൊതുപ്രവർത്തനം ഇന്നും പുതിയ തലമുറയ്ക്ക് ഒരു പഠന വിഷയമാക്കാം. ഇന്നും ബാലകൃഷ്ണപിള്ളയ്ക്ക് പകരം ബാലകൃഷ്ണപിള്ള മാത്രമേ ഉള്ളൂ. മകൻ KB ഗണേഷ് കുമാർ ഒരിക്കലും അദ്ദേഹത്തിനോടൊപ്പം ഓടിയെത്താൻ സാധിക്കില്ല. ബാലകൃഷ്ണപിള്ള ഇന്നും കൊട്ടാരക്കരക്കാരുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു യുഗപുരുഷൻ തന്നെയാണ്.